ഹായ്, സ്ട്രക്ചർ ഓഫ് ആറ്റം എക്സസൈസ് ക്വസ്റ്റ്യൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ പോവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2.39. In Millikan's experiment, static electric charge on the oil drop has been obtained by shining X-rays. If the static electric charge on the oil drop is minus 1.282 into 10 raised to minus 18 coulomb, calculate the number of electrons present on it. NCERT-യിൽ നമുക്ക് ഈ ഒരു ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റിൻ്റെ കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ നമുക്ക് അവൈലബിൾ ആണ്. അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യമൊന്നും അവരെന്ത് ചെയ്തു, വീണ്ടും എടുത്ത് പറഞ്ഞെന്ന് മാത്രം. നമ്മളോട് ചോദിച്ചിരിക്കുന്ന കാര്യം, ഒരു ഓയിൽ ഡ്രോപ്പിൻ്റെ മുകളിൽ ഇത്രയും ചാർജ് ഉണ്ട് എങ്കിൽ ആ ഒരു ഓയിൽ ഡ്രോപ്പിൻ്റെ മുകളിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാകും അങ്ങനെയാണെങ്കിൽ, അതാണ് ചോദ്യം. സോ നമുക്കത് ആൻസർ ചെയ്യാൻ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ഉണ്ട്. വി ഹാവ് ദ ഇക്വേഷൻ Q is equal to N into E. ആൻഡ് അവർ തന്നിരിക്കുന്ന കാര്യം Q എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് minus 1.282 into 10 raised to minus 18 coulomb ആണ്. And we know the charge of electron E is equal to 1.6 into 10 raised to minus 19 coulomb. ഇവിടെ നമുക്ക് നെഗറ്റീവ് കാണിക്കാം, നമ്മൾ പിന്നെ ആ ചാർജ് എടുത്ത് കാണിക്കാറില്ല എന്ന് മാത്രം പ്രോബ്ലം ചെയ്യുന്ന സമയത്ത്. അവർ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ കാണാൻ പറഞ്ഞത് എന്താണ്, N ആണ്. N എന്ന് പറഞ്ഞാൽ എന്താ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, therefore N is equal to Q divided by E ആണ്. So what is Q? That is 1.282 into 10 raised to minus 18 coulomb. And what is the value of E? It is 1.6 into 10 raised to minus 19 coulomb. Upon doing this, we will get approximately the answer is 8, which means ഇവിടെ 8 ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും ആ ഒരു ഓയിൽ ഡ്രോപ്പിൻ്റെ മുകളിൽ. അപ്പോൾ ഇത് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പറ്റും നമുക്കല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2.40. In Rutherford's experiment, generally the thin foil of heavy atoms like gold, platinum, etc. have been used to be bombarded by the alpha particles. If the thin foil of light atoms like aluminium, etc. is used, what difference would be observed from the above results? നമ്മളിത് പഠിച്ചിട്ടുണ്ട്. റുദർഫോർഡ്സിൻ്റെ എക്സ്പെരിമെൻസിനകത്ത് നമ്മൾ ഗോൾഡ് ഫോയിലാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത് അല്ലേ. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് നമ്മൾ കണ്ടിരുന്നു അതിൻ്റെ പിക്ചറെല്ലാം അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞിരുന്നത് ഗോൾഡ് ഫോയിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇവർ പറഞ്ഞത് ഹെവി ആറ്റംസ് ആണ് ഈ പറയുന്ന ഗോൾഡ് ആണെങ്കിലും പ്ലാറ്റിനം ആണെങ്കിലും ഒക്കെ. സപ്പോസ് ഈ ഹെവി ആറ്റംസ് ആയിട്ടുള്ള ഗോൾഡിനും പ്ലാറ്റിനത്തിനും ഒക്കെ പകരമായിട്ട് ലൈറ്റ് ആറ്റംസ് ആയിട്ടുള്ള അലുമിനിയൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ കണ്ട റിസൾട്ട്സിന് എന്ത് മാറ്റമാണ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അവരുടെ ചോദ്യം. എടാ, ഹെവി ആറ്റംസ് ആണെങ്കിൽ അവർക്ക് അത്യാവശ്യം സൈസ് ഉണ്ടായിരിക്കും, ശരിയല്ലേ. അത്യാവശ്യം സൈസുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ ന്യൂക്ലിയസും എന്തായിരിക്കും, അത്യാവശ്യം ഹെവി ആയിരിക്കും. അതിനർത്ഥം ദേ ഹാവ് ഹെവി പോസിറ്റീവ് ചാർജ് അല്ലേ. പോസിറ്റീവ് ചാർജും എന്തായിരിക്കും, അതും ഓൾസോ ഹെവി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഉള്ള പ്രത്യേകത എന്താ, നമ്മളിതിലേക്ക് പറഞ്ഞേക്കുന്ന ആരെയാടാ, വി ആർ സെൻറ്റിങ് അല്ലെങ്കിൽ ബൊമ്പാർഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ പറഞ്ഞേക്കുന്ന ആളാരാ, അത് ആൽഫ പാർട്ടിക്കിളാണ്. ആൽഫ പാർട്ടിക്കിൾ ഡയറക്റ്റ്ലി ഇതിലേക്ക് പോവും. അങ്ങനെ ഡയറക്റ്റ്ലി പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും, ദേ വിൽ ബൗൺസ് ബാക്ക്, തിരിച്ചിങ്ങോട്ട് വരും, ശരിയല്ലേ. ഇനി അതിൻ്റെ അടുത്തു കൂടെ ഒക്കെ പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും, അവർ ചെറിയ ആംഗിൾസിൽ എന്ത് ചെയ്യും, ഡിഫ്ലക്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഈ ഒരു ഡിഫ്ലക്ഷനൊക്കെ കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. എപ്പം ആ ഒരു ന്യൂക്ലിയസ് അത്യാവശ്യം ഹെവി ന്യൂക്ലിയസ് ആണെങ്കിൽ, നന്നായിട്ട് പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കും. എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പറയുന്ന അലൂമിനിയത്തിൻ്റെതൊക്കെ ആണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന ന്യൂക്ലിയസ് എന്താവും, അത് ലൈറ്റ് ന്യൂക്ലിയസ് ആയിരിക്കും. അപ്പോൾ നമുക്കവിടെ ഈ ബൗൺസ് ബാക്ക് ചെയ്യപ്പെടുന്ന ആൽഫ പാർട്ടിക്കിൾസിൻ്റെ അല്ലെങ്കിൽ ഇവിടെ ഡിഫ്ലക്ഷൻ സംഭവിക്കുന്ന ആൽഫ പാർട്ടിക്കിൾസിൻ്റെ ഒക്കെ എണ്ണത്തിൽ വളരെ കുറവുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ റിസൾട്ടിനെ ബാധിക്കും. അപ്പോൾ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ഈ പറയുന്ന ആൽഫ പാർട്ടിക്കിളിൻ്റെ ഒക്കെ ബൗൺസ് ബാക്കും അതേപോലെ തന്നെ ഡിഫ്ലക്ഷനൊക്കെ നന്നായിട്ട് കിട്ടുവാണെങ്കിൽ റിസൾട്ട് നല്ലതായിരിക്കും. അപ്പോൾ ഇതാണ് മാറ്റം ഉണ്ടാവുക. ഓക്കെ, ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2.41. സിമ്പിൾസ് bromine 3579 and bromine 79 can be written. അങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും. അതേസമയം സിമ്പിൾസ് bromine 7935 and bromine 35 are not acceptable. ആൻസർ ബ്രീഫ്ലി. അവർ പറഞ്ഞ കാര്യം, നമുക്ക് ഈ രൂപത്തിൽ എങ്ങനെ ബ്രോമിൻ 3579 എന്നും
79 ബ്രോമിൻ എന്നൊക്കെ എഴുതാം. അതേപോലെ ബ്രോമിൻ 7935 എന്ന് പറയുന്ന സാധനം എഴുതാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്ക് ഒരു എലമെൻറ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ ചെയ്യുന്ന സമയത്ത് എക്സ് സെറ്റ് എ എന്നാണ് നമ്മൾ കൊടുക്കുക. പിന്നെ അതിൽ കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ എൻ പ്ലസ് അല്ലെങ്കിൽ എൻ മൈനസ് കൂടെ പറയാം. ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന എ എന്ന് പറഞ്ഞാൽ എന്താണടാ? ദാറ്റ് ഈസ് മാസ് നമ്പർ അല്ലേ? മാസ് നമ്പറാണ്. ഇനി സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അത് അറ്റോമിക് നമ്പറാണ്. ഓക്കെ, ഇത് ഈ എൻ പ്ലസും എൻ മൈനസും ഒക്കെ എന്താ? അത് എക്സസ് ചാർജിനെയാണ് കാണിക്കുന്നത്. മാസ് നമ്പർ മാത്രമേ മുകളിൽ കാണിക്കാവൂ, അറ്റോമിക് നമ്പർ മാത്രമേ താഴെ കാണിക്കാവൂ. ഇവിടെ ഈ സ്ഥലത്ത് നമ്മൾ യൂഷ്വലി കാണിക്കാറുള്ളത് ചാർജ് നെഗറ്റീവോ പോസിറ്റീവോ ഒക്കെയാണ്. അപ്പോൾ ഇവിടെ ബ്രോമിൻ എന്ന് പറയുന്ന ആളുടെ കേസിൽ ബ്രോമിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 35. അത് താഴെ തന്നെ കാണിക്കണം. അതിൻ്റെ മാസ് നമ്പർ എന്ന് പറയുന്നത് 79 ആണ്. അത് മുകളിലും കാണിക്കണം. നമ്മൾ ഐസോട്ടോപ്സ് കാണിക്കുന്ന സമയത്ത് എപ്പോഴും താഴെ ആയിരിക്കണം എന്ത്? ആറ്റോമിക് നമ്പർ കാണിക്കേണ്ടത്. കാരണം അത് കോൺസ്റ്റൻ്റ് ആണ് എലിമെൻറ്റിൻ്റെ കേസിൽ, അത് മാറിക്കളിക്കില്ല. എന്നാൽ മാസ് നമ്പർ എന്ത് ചെയ്യും? മാറിക്കളിക്കുകയും ചെയ്യും. സോ ഇങ്ങനെ തന്നെ വേണം. തിരിച്ച് ഈ രൂപത്തിൽ എഴുതുന്നത് എന്താണ്? തെറ്റാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ശരി. നെക്സ്റ്റ് നമ്മുടെ ചോദ്യം, an element with mass number 81 contains 31.7% more neutrons as compared to protons. Assign the atomic symbol. നല്ലൊരു ചോദ്യമാണ്. അവർ പറഞ്ഞിരിക്കുന്നത് ഏതോ ഒരു എലമെൻ്റ് ഉണ്ട്, അതിൻ്റെ മാസ് നമ്പർ 81 ആണ്. അതിനകത്ത് 31.7% അധികം ന്യൂട്രോൺസ് ഉണ്ട് ആസ് കമ്പയർഡ് ടു പ്രോട്ടോൺസ്. പ്രോട്ടോൺസിൻ്റെ എണ്ണം കമ്പയർ ചെയ്യുമ്പം ന്യൂട്രോൺസിൻ്റെ എണ്ണം 31.7% അധികമാണ്. അങ്ങനെയാണെങ്കിൽ ആ ആറ്റത്തിൻ്റെ സിമ്പിൾ അല്ലെങ്കിൽ ആ എലമെൻറ്റിൻ്റെ സിമ്പിൾ നമ്മൾ എന്ത് ചെയ്യണം? കൊടുക്കണം. ഇതാണ് ചോദ്യം. നല്ലൊരു ചോദ്യമാണ്. എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ഇനി ഇതിന് ശേഷം വരുന്ന 2 ചോദ്യങ്ങളുണ്ട്. ഇതേ മെത്തേഡാണെന്ന് മാത്രം ശ്രദ്ധിച്ച് നോക്കാം കേട്ടോ. ഈ ഒരു തരത്തിലുള്ള ചോദ്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ സിമ്പിൾ ജനറലി പഠിച്ചിട്ടുണ്ട്. എക്സ് സെറ്റ് എ ആൻഡ് എൻ പ്ലസ് ബാർ എൻ മൈനസ്. അതിൽ നമ്മൾ പഠിച്ച കാര്യം എ എന്ന് പറഞ്ഞാൽ അത് മാസ് നമ്പറാണ് അല്ലേ? ഓക്കെ, ഇനി മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് അല്ലേ? അപ്പോൾ ഇതിൽ മനസ്സിലാക്കുക, ന്യൂട്രോൺസിൻ്റെ എണ്ണത്തിന് ഞാൻ എൻ എന്ന് കൊടുത്തു. ഫോർ ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഐ ഗേവ് പി. ഇനി ഞാൻ ചെയ്യുന്ന കാര്യം, ഇതിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസിന് ഞാൻ എന്താ തൽക്കാലം പി എന്ന് മാർക്ക് ചെയ്യാണ്. ഓക്കെ, പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസിന് ഞാൻ എൻ എന്നും മാർക്ക് ചെയ്യാണ്. സോ നമുക്ക് എന്ത് കിട്ടി? എ ഈസ് ഈക്വൽ ടു പി പ്ലസ് എൻ എന്നുള്ള ഇക്വേഷൻ അവിടെ കിട്ടി. അതവിടെ നിൽക്കട്ടെ. ഇനി അവർ തന്നിരിക്കുന്ന ഡാറ്റ പ്രകാരം മാസ് നമ്പർ എ ഈസ് ഈക്വൽ ടു എത്രയാടാ? 81 ആണ്. ശരി, ദെൻ ഞാൻ എന്ത് കൊടുത്തു? നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഈസ് ഈക്വൽ ടു ഞാൻ എന്തെഴുതി? പി എന്നും എഴുതി. ഇനി എന്താ ചെയ്യേണ്ടത്? എനിക്ക് ചെയ്യേണ്ട കാര്യം നമ്പർ ഓഫ് ന്യൂട്രോൺസ് ചെയ്യണം. അപ്പോൾ അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ഓക്കെ, നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഈസ് ഈക്വൽ ടു, അവർ പറഞ്ഞിരിക്കുന്ന കാര്യം ചെക്ക് ചെയ്തേടാ. ഇവർ പറഞ്ഞ എന്താ? ന്യൂട്രോൺസിൻ്റെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 31.7% മോർ കൂടുതലാണ്. ആരുമായിട്ട് കമ്പയർ ചെയ്യുമ്പം? പ്രോട്ടോൺസുമായിട്ട് കമ്പയർ ചെയ്യുമ്പം. അപ്പോൾ അവിടെ നമുക്കറിയാം നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇസ് ഈക്വൽ ടു പി ആണ്. അത് നമ്മൾ കൊടുത്തു. പ്ലസ് ഇനി അവർ പറഞ്ഞ കാര്യം എന്താ? ആ എണ്ണത്തിനേക്കാളിലും 31.7% അല്ലേ അധികമുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അതുകൂടെ അവിടേക്ക് എഴുതുക. എന്താ എഴുതണ്ടേ? 31.7% ഓഫ് പ്രോട്ടോൺസ് അധികമാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വേണം ചെയ്യാൻ. പിയിലേക്ക് അഥവാ പ്രോട്ടോൺസിൻ്റെ എണ്ണത്തിലേക്ക് ഒരു 31.7% കൂടെ അധികമുണ്ട്. എന്തിനാ ഇവിടെ പി കൊടുത്തേ? കാരണം അവർ പറഞ്ഞ എന്താ? പ്രോട്ടോൺസിൻ്റെ എണ്ണത്തിനേക്കാളും അത്രയും കൂടുതലാണ്. സോ ആ നമ്പറിലേക്ക് ഇത്രയും കൂടെ എന്ത് ചെയ്യണം? കൂട്ടണം. ഇവിടെ പി കൊടുക്കുകയും വേണം. അത് മസ്റ്റാണ്, ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ പെർസെൻറ്റേജിനെ നമുക്ക് എന്ത് ചെയ്യണം? നമ്പറിലേക്ക് മാറ്റണം. സോ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്ന കാര്യം പി പ്ലസ് 31.7/100 ഓഫ് പി. ഓക്കെ, ഇൻറ്റു പി എന്നാക്കി. ഞാൻ ഓഫ് പി എന്നുള്ളത് എന്താക്കി? ഇൻറ്റു പി എന്നാക്കി. എടാ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നൗ വി ആർ ഗെറ്റിംഗ് പി പ്ലസ് 0.
317p. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന കാര്യം എന്താ? നമ്മൾ പി എന്ന് പറഞ്ഞ വാല്യൂ അതിലേക്ക് 0.317p ആഡ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ഇതിനെ 1 ആക്കുകയാണെങ്കിൽ 1ലേക്ക് നമ്മൾ 0.317 ആഡ് എന്താ വരിക? 1.317 അല്ലേ? അതേപോലെ അപ്പോൾ ഒരു പിയിലേക്ക് ഇത്രയും പി കൂട്ടിയാൽ പോരെ? അപ്പോൾ നമുക്ക് ആൻസർ എന്താ കിട്ടുക? 1.317p എന്ന് കിട്ടും. ഇതിപ്പോൾ എന്തിൻ്റെ എണ്ണമാണ്? നമ്പർ ഓഫ് ന്യൂട്രോൺസ്. അത് നമ്മൾ മാർക്ക് ചെയ്തില്ലേ? നമ്പർ ഓഫ് ന്യൂട്രോൺസിൻ്റെ എണ്ണം കൊടുത്തു. സോ നമുക്കിവിടെ ഇപ്പോൾ എന്തൊക്കെ കിട്ടി? നമ്പർ ഓഫ് ന്യൂട്രോൺസിൻ്റെ വാല്യൂ n ഈസ് ഈക്വൽ ടു കിട്ടി, നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഈസ് ഈക്വൽ ടു p എന്ന് കിട്ടി, ആൻഡ് a ഈസ് ഈക്വൽ ടു 81 എന്ന് കിട്ടി. ഇതെല്ലാം കൂടെ എന്ത് ചെയ്യുക? ഈ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സോ ഞാൻ ആ ഇക്വേഷൻ വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്യാണ്. a ഈസ് ഈക്വൽ ടു പ്രോട്ടോൺസിൻ്റെ എണ്ണം പ്ലസ് ന്യൂട്രോൺസിൻ്റെ എണ്ണം. അപ്പോൾ നമുക്കറിയാം a ഈസ് ഈക്വൽ ടു 81 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ് നമുക്ക് p തന്നെ കൊടുക്കാം പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് എത്രയായിരുന്നു? അത് 1.317p അല്ലായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം? സുഖമായിട്ട് ഇതിലേക്ക് ആൻസറിലേക്ക് പോവാം. അപ്പോൾ അതാ ഒരു പിയിലേക്ക് 1.317p കൊടുക്കുക. അവിടെ അതാ 1ലേക്ക് 1.317 കൂട്ടി അതേ അവസ്ഥ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 81 ഇസ് ഈക്വൽ ടു 2.317p എന്ന് കിട്ടും. ഓക്കെ, അതിലാരും കൺഫ്യൂസ്ഡ് ആവരുത്, ശ്രദ്ധിക്കുക. ഒരു പിയിലേക്ക് ഇത്രയും പി കൂട്ടിയാൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? 1 പ്ലസ് 1.317, അപ്പം എന്ത് ചെയ്യും? 2.317 എന്നല്ലേ കിട്ടുക. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? പീൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? ഈ 2.317 ഇങ്ങോട്ട് എടുത്താൽ പോരെ? സോ ഇവിടെ ഇൻറ്റു എന്നുള്ളത് എന്താവും? ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡ് ബൈ എന്നാവൂലേ? ഓക്കെ, ദെയർഫോർ p ഈസ് ഈക്വൽ ടു 81 ഡിവൈഡഡ് ബൈ 2.317. അപ്പോൾ നമുക്കിതിൻ്റെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി എത്ര കിട്ടും? 35 കിട്ടും. അപ്പോൾ നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന വാല്യൂ പ്രോട്ടോൺസിൻ്റെ എണ്ണമാണ് അല്ലേ? സോ പ്രോട്ടോൺസിൻ്റെ എണ്ണം കിട്ടിയാൽ നമുക്കറിയാം നമ്പർ ഓഫ് പ്രോട്ടോൺസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അതല്ലേ സെറ്റ് നമ്മൾ കാണിച്ചിരുന്ന സാധനം? ഓക്കെ, സോ നമുക്കിനി സിമ്പിളിലേക്ക് വരാം. അപ്പോൾ സിമ്പിൾ ഞാൻ കൊടുക്കുന്നത് നേരത്തെ കൊടുത്ത എന്താ? എക്സ് സെറ്റ് എ എന്നല്ലേ കൊടുത്തിരുന്നേ? ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഇതാ കൊടുക്കാം. എക്സ് ഞാൻ കൊടുത്തു. ഇനി സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അറ്റോമിക് നമ്പറാണ്. അതാരാ? പ്രോട്ടോൺസിൻ്റെ എണ്ണമാണ്. അത് എത്ര കിട്ടി? 35 ആണ്. സോ ഞാൻ ഇവിടെ എന്ത് ചെയ്തു? 35 എന്ന് താഴെ കൊടുക്കുകയാണ്. ഇനി ഓൾറെഡി അവർ തന്നു. എ എന്ന് പറഞ്ഞാൽ എന്താ? മാസ് നമ്പറാണ്. അത് എത്രയാ? 81 ആണ്. അത് ഞാനിവിടെ കൊടുത്തു. അപ്പോൾ നിങ്ങൾ ടേബിൾ പഠിച്ച ആൾക്കാരാണ് എങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അറ്റോമിക് നമ്പർ 35 ആളെന്ന് പറഞ്ഞാൽ ആരാണ്? അത് ബ്രോമിനാണ്. ഓക്കെ, സോ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിൻ്റെ സിമ്പിൾ കറക്റ്റായിട്ട് എഴുതുകയാണെങ്കിൽ ബ്രോമിൻ 3581 എന്ന് എഴുതാം. ഓക്കെ, ഇത് ബ്രോമിൻ്റെ ഒരു ഐസോട്ടോപ്പാണ്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഇനി ഇതേ മെത്തേഡിലാണ് ഇതിൻ്റെ ശേഷം വരുന്ന 2 ചോദ്യങ്ങൾ ഞാൻ ചെയ്യുന്നത്. സെയിം മെത്തേഡാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി പറഞ്ഞെന്ന് വരും. ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2.43. ചോദ്യം എന്താ? An ion with mass number 37 possesses 1 unit of negative charge. If the ion contains 11.1% more neutrons than electrons, find the symbol of the ion. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ രൂപത്തിലുള്ള ചോദ്യമാണ്. ഇവിടെ അവരെന്താ ചെയ്തേ? ന്യൂട്രോൺസിൻ്റെ എണ്ണത്തിന് കണക്റ്റ് ആക്കിയത് ആരുമായിട്ടാണ്? നമ്പർ ഓഫ് ഇലക്ട്രോൺസുമായിട്ടാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇലക്ട്രോൺസുമായി ബന്ധപ്പെടുത്തിയിട്ട് ഇക്വേഷൻ ആക്കിയാൽ മതി. നേരത്തെ അവരെന്താ ചെയ്തേ? ന്യൂട്രോൺസിൻ്റെ എണ്ണത്തിന് പ്രോട്ടോൺസിൻ്റെ എണ്ണവുമായിട്ട് കണക്റ്റ് ആക്കി. ഇതിങ്ങനെയാണ് ചെയ്യാം. പിന്നെ അവരൊരു കാര്യം ചെയ്തു. ഇവിടെ എന്ത് പറഞ്ഞത്? എന്താ? ഒരു നെഗറ്റീവ് ചാർജ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ പറഞ്ഞ അതേ ഡാറ്റ ഒന്നുകൂടെ എഴുതാം. അഥവാ എക്സ് നമ്മൾ സിമ്പിളാക്കിയെടുത്തു, സെറ്റ് ഉണ്ട്, എ ഉണ്ട്. പിന്നെ ഒരു കാര്യം അവർ പറഞ്ഞ എന്താ? അവിടെ ഒരു നെഗറ്റീവ് ചാർജ് അഥവാ -1 ചാർജും ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. -1 ചാർജ് അവിടെയുണ്ട്. ശരി, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഇക്വേഷൻ അല്ലേ? ഏതായിരുന്നു ഇക്വേഷൻ? മാസ് നമ്പർ എ ഈസ് ഈക്വൽ ടു പ്രോട്ടോൺസിൻ്റെ എണ്ണം പ്ലസ് ന്യൂട്രോൺസിൻ്റെ എണ്ണം. അത് നമുക്കറിയാം. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷനാണ്. നമുക്കിവിടെയും ഇതന്നെ യൂസ് ചെയ്യണം. ഓക്കെ, നേരിട്ടങ്ങ് ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്ക് കുറച്ച് സ്റ്റെപ്സ് ഇവിടെ ചെയ്ത് തീർക്കാനുണ്ട്. അതിനുശേഷം നമുക്കതിലേക്ക് പോവാം. എടാ, ഇപ്പോൾ തന്നിരിക്കുന്ന കേസിൽ നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ആദ്യം അവർ പറഞ്ഞിരിക്കുന്ന മാസ് നമ്പർ എത്രയാണ്? മാസ് നമ്പർ എ ഈസ് ഈക്വൽ ടു 37 ആണ്. അത് ഞാനവിടെ എഴുതി വെച്ചു. ഇനി അടുത്ത കാര്യം എനിക്ക് ചെയ്യാനുള്ളത് ഇലക്ട്രോൺസിൻ്റെ എണ്ണത്തിനെ തീരുമാനിക്കണം. ഓൾറെഡി തന്നിരിക്കുന്ന സ്പീഷീസിന് ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്, ശരിയല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺ ഈസ് ഈക്വൽ ടു, ഞാൻ എന്ത് ചെയ്യാണ്? അതിൻ്റെ എണ്ണം ഇ എന്ന് തന്നെ കൊടുക്കുക. സ്മോൾ ലെറ്റർ ഇ ആണ് എന്ത്? ഇലക്ട്രോൺസിൻ്റെ എണ്ണം. ആ നെഗറ്റീവ് ചാർജുള്ള ആളിലുള്ള എണ്ണം എത്രയാണ്? ഇ എന്ന് തന്നെ കൊടുത്തിരിക്കുന്നു. ഇനി അവരെന്ത് ചെയ്തു? ന്യൂട്രോൺസിൻ്റെ എണ്ണം അവർ കണക്റ്റ് ആക്കിയത് ആരുമായിട്ടാണ്? ഇലക്ട്രോൺസുമായിട്ടല്ലേ. സോ ഇനി അടുത്ത് എനിക്ക് ചെയ്യാനുള്ളത് എന്താ? നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഈസ് ഈക്വൽ ടു എത്രയാണ് വരിക? 11.1% അധികമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഓൾറെഡി എനിക്കറിയാം ഇലക്ട്രോൺസിൻ്റെ എണ്ണം ഇ ആണ്. അതിലേക്ക് എത്ര അധികമാണ്? 11.1% അധികമാണ് ആരുടെ? ഇൻ്റെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നേരത്തെ അത് ഞാൻ പി കൊടുത്ത് ചെയ്തു, കാരണം അവിടെ എന്ത് ചെയ്തു? ഒരു പ്രോട്ടോൺസിൻ്റെ എണ്ണവുമായിട്ടാണ് കണക്റ്റ് ആക്കിയത്, അല്ലേ? അപ്പോൾ എന്തെന്നെ ചെയ്യണം? പെർസെൻറ്റേജ് മാറ്റണം. അപ്പോൾ എന്നാ ചെയ്യാം? നമ്മൾ ഇ പ്ലസ് 11.1 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു ഇ. അപ്പോൾ എന്താ വരിക ഫൈനലി? ഇറ്റ് വിൽ ബിക്കം ഇ പ്ലസ് 0.111 ഇ എന്നല്ലേ വരിക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യണം? ഒരു ഇയിലേക്ക് ഇത്രയും ഇ കൂട്ടിയാൽ എങ്ങനെ വരും? 1.11 ഇ എന്നല്ലേ വരിക. നമുക്ക് എന്ത് കിട്ടി? നമ്പർ ഓഫ് ന്യൂട്രോൺസ്. നമ്പർ ഓഫ് ന്യൂട്രോൺസ് നമ്മൾ എന്താ കൊടുത്തത്? എൻ. സോ എനിക്ക് ഇവിടെ എന്താ കൊടുക്കാം? ക്യാപിറ്റൽ എൻ ഈസ് ഈക്വൽ ടു 1.111 ഇ എന്ന് കിട്ടിയില്ലേ? ശരിയല്ലേ? അപ്പോൾ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഞാൻ അവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇനി എനിക്ക് ചെയ്യാനുള്ള കാര്യം ഈ ഒരു ഇക്വേഷനിലേക്ക് എന്ത് ചെയ്യണം? അതിനെ കൊണ്ടുവരേണ്ടതുണ്ട്, ശരിയല്ലേ? അപ്പോൾ ഇനി അതെങ്ങനെ ഞാൻ ഇക്വേഷനിലേക്ക് കൊണ്ടുവരും എന്നുള്ളത് ശ്രദ്ധിക്കാം. സോ എ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ എനിക്ക് നമ്പർ ഓഫ് ന്യൂട്രോൺസ് കിട്ടിയിട്ടുണ്ട്, മാസ് നമ്പറും കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്താ അറിയില്ല? നിലവിൽ പ്രോട്ടോൺസിൻ്റെ എണ്ണം അറിയില്ല. എനിക്ക് ഒരു കാര്യം അറിയാം. എടാ, നമ്മുടെ ആറ്റം ന്യൂട്രൽ ആറ്റമാണ് എങ്കിൽ അതിനകത്ത് നമ്മൾ ഇലക്ട്രോണിൻ്റെ എണ്ണവും പ്രോട്ടോണിൻ്റെ എണ്ണവും എന്തായിരിക്കും? എപ്പോഴും തുല്യമായിരിക്കും. പക്ഷേ നിലവിൽ അവർ പറഞ്ഞിരിക്കുന്ന കേസിൽ ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്. അതിനർത്ഥം ഒരു ഇലക്ട്രോൺ അവിടെ എന്താണ്? എക്സസ് ആണെന്നാണ് അർത്ഥം. എന്നുവെച്ചാൽ ഇവിടെയുള്ള പ്രോട്ടോൺസിൻ്റെ എണ്ണം ഇപ്പോൾ സപ്പോസ് ഒരു 4 ആണെങ്കിൽ അതിനേക്കാളിലും ഒന്ന് കൂടുതലാണ് എന്തിൻ്റെ എണ്ണം? ഇലക്ട്രോണിൻ്റെ എണ്ണം. അപ്പോൾ അത് 5 ആയിരിക്കും. അപ്പോൾ നമുക്ക് പ്രോട്ടോൺസിൻ്റെ എണ്ണം കണ്ടുപിടിക്കാനുള്ള വഴി എന്താടാ? ഇലക്ട്രോൺസിൻ്റെ എണ്ണത്തിൽ എന്ത് ചെയ്താൽ മതി? ഒന്ന് കുറച്ചാൽ പോരെ. ഓക്കെ, സോ ഇലക്ട്രോൺസിൻ്റെ എണ്ണം നമുക്കറിയാം. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്ര നമ്മൾ കൊടുത്തിരുന്നത്? ഇ എന്നല്ലേ കൊടുത്തേ. അപ്പോൾ അതിൽ നിന്ന് ഒന്ന് കുറച്ചാൽ നമുക്ക് എന്തിൻ്റെ എണ്ണം കിട്ടും? പ്രോട്ടോൺസിൻ്റെ എണ്ണം കിട്ടില്ല എന്നുള്ള അവസ്ഥയിൽ. കാരണം ഈ ഒരു സ്പീഷീസ് എന്താണ്? ഒരു യൂണിറ്റ് നെഗറ്റീവ് ചാർജുള്ള ആളാണ്. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ആദ്യം therefore പ്രോട്ടോൺസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് അതെന്താണ്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് -1 ആണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതാ? ഇറ്റ് ഈസ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് എത്രയാണ്? ഇ ആണ്. എത്ര കുറയ്ക്കണം? 1 കുറയ്ക്കണം, ശരിയല്ലേ? അപ്പോൾ അതും കിട്ടി എനിക്ക്. ഇനി ഇതെല്ലാം കൂടെ നിങ്ങൾ ഈ ഇക്വേഷനിലേക്ക് കൊടുക്കാം. മാസ് നമ്പർ 37 ആണ് ആൻഡ് എൻ ഇസ് ഈക്വൽ ടു 1.111 ഇ ആണ്. ഓക്കെ, ദെൻ പി ഇസ് ഈക്വൽ ടു ഇ മൈനസ് 1 ആണ്. ഓക്കെ, സോ ഞാനിവിടെ എഴുതാൻ പോവാണ് കേട്ടോ. നൗ എന്താ കിട്ടിയത് നമുക്ക്? 37 ഈസ് ഈക്വൽ ടു ഇ മൈനസ് 1 പ്ലസ് 1.111 ഇ എന്ന് കിട്ടി. ഓക്കെ, എടാ ഇവിടുത്തെ ഈ ഒരു ഇ മൈനസ് 1-ലെ -1 ഇല്ലേ? -1 ഇങ്ങോട്ട് പോയാൽ എന്താവും? +1 ആവും. അപ്പോൾ എത്ര വരും നമുക്കത്? ഇറ്റ് വിൽ ബിക്കം 38 ഈക്വൽ ടു. ഇനി ഇവിടെ എന്തുണ്ട്? ഇ ഉണ്ട്. ഓക്കെ, ഒരു ഇയിലേക്ക് നിങ്ങൾ ഇത്രയും ഇ കൂട്ടിയാൽ എന്ത് വരും? സോ ഇറ്റ് ഈസ് 1, ഇവിടെ 1.111. സോ ഇറ്റ് വിൽ ബിക്കം 2.111 ഇ എന്നാവൂലേ? therefore ഇ ഈസ് ഈക്വൽ ടു എത്ര വരും? 38 ഡിവൈഡഡ് ബൈ 2.111 എന്ന് കിട്ടും. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ് വരിക? ഇറ്റ് വിൽ ബിക്കം 18. നമുക്ക് എത്ര കിട്ടും ആൻസർ? 18 കിട്ടും. അതിൻ്റെ അർത്ഥം നിലവിൽ നിങ്ങളുടെ സ്പീഷീസിനകത്തുള്ള
നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എത്രയാടാ? ഇറ്റ് ഈസ് 18. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറയുന്നത് എന്താടാ? ആ കിട്ടിയിരിക്കുന്ന എണ്ണത്തിൽ നിന്ന് 1 കുറയ്ക്കണം. ഓക്കെ, സോ therefore number of protons is equal to 18 minus 1 which is equal to 17. അപ്പോൾ നമുക്ക് പ്രോട്ടോൺസിൻ്റെ എണ്ണവും കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിൾ കൊടുക്കാം. സോ സിമ്പിൾ എന്താ വരിക? എക്സ് നമ്മൾ കൊടുത്തു. ഇനി വാട്ട് ഈസ് അറ്റോമിക് നമ്പർ? നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. എത്രയാ? 17 ആണ്. സോ ഞാൻ ഇവിടെ എന്ത് കൊടുക്കുകയാണ്? 17 എന്ന് കൊടുക്കുകയാണ്. നെക്സ്റ്റ് വാട്ട് ഈസ് മാസ് നമ്പർ? ഇറ്റ് ഈസ് 37. അത് ഞാൻ മുകളിൽ കൊടുത്തു. ശരി, ഇനി ഇവിടെ ഓൾറെഡി അവർ പറഞ്ഞു ചാർജ് എന്താണ്? മൈനസ് ചാർജാണ്. സോ -1 ആണ്. ഇനി നമുക്കറിയാം അറ്റോമിക് നമ്പർ 17 ഉള്ള ആളാരാടാ? അത് ക്ലോറിനാണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം? ക്ലോറിൻ 17 37 മൈനസ്. ഓക്കെ, -1 കാണിക്കാം നമുക്ക് കേട്ടോ. ഓക്കെ, -1 എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2.44. An ion with mass number 56 contains 3 units of positive charge and 30.4% more neutrons than electrons. Assign the symbol to this ion. സെയിം തന്നെ, മാറ്റം എന്താണ്? 3 യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആയെന്നേ ഉള്ളൂ. അതേപോലെ തൊട്ട് മുമ്പത്തെ പോലെ ന്യൂട്രോൺസിൻ്റെ എണ്ണത്തിന് എന്ത് ചെയ്തു? ഇലക്ട്രോൺസിൻ്റെ എണ്ണവുമായിട്ട് കമ്പയർ ചെയ്തു. അപ്പോൾ നമുക്ക് സെയിം സംഭവം തന്നെ ചെയ്യാം. ഫസ്റ്റ് കാര്യം, അവർ പറഞ്ഞിരിക്കുന്ന മാസ് നമ്പർ എത്രയാണ്? മാസ് നമ്പർ എ ഈസ് ഈക്വൽ ടു 56 ആണ്. ഇനി എനിക്ക് വേണ്ട എന്താ? ഇലക്ട്രോൺസിൻ്റെ എണ്ണം വേണം. ഓക്കെ, ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺ ഈസ് ഈക്വൽ ടു എത്ര ഞാൻ കൊടുക്കുന്നത്? ഇറ്റ് ഈസ് ഇ തന്നെ കൊടുക്കുകയാണ്. ഇലക്ട്രോൺസ് അല്ലേ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ആ ഇലക്ട്രോൺസിൻ്റെ എണ്ണത്തിനെ കണക്റ്റ് ആക്കിക്കൊണ്ടാണ് എന്ത് ചെയ്തത്? ന്യൂട്രോൺസിൻ്റെ എണ്ണം പറഞ്ഞ് തൊട്ട് മുമ്പത്തെ പോലെ തന്നെ. therefore നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? അത് ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാണ്? ഇ ആണ്. സോ ഇയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? പ്ലസ് ചെയ്യണം. എത്ര പെർസെൻറ്റേജാണ് കൂടുതലുള്ളത്? 30.4% കൂടുതലാണ്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പത്തെ ചെയ്തപ്പോൾ തന്നെ ബാക്കി ഇതാ കറക്റ്റ് ഇതാ ഇ പ്ലസ് 30.4 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു ഇ. സോ നമുക്ക് എന്താ കിട്ടുക? ഇ പ്ലസ് 0.304 ഇ ഈസ് ഈക്വൽ ടു 1.304 ഇ. ഇവിടെ നമുക്ക് ഒരു ഇയിലേക്ക് ഇത്രയും ഇ കൂട്ടിയാൽ, അഥവാ 1 പ്ലസ് 0.304 കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 1.304 ഇന്ന് കിട്ടും. ഓക്കെ, സോ നമുക്കിവിടെ എന്താ കിട്ടിയിരിക്കുന്നത്? ന്യൂട്രോൺസിൻ്റെ എണ്ണമാണ്. ന്യൂട്രോൺസിൻ്റെ എണ്ണത്തെ നമ്മൾ എന്താ വെച്ചാൽ കാണിച്ചിരുന്നത്? ക്യാപിറ്റൽ എന്നല്ലേ കാണിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ എൻ വാല്യൂ കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് നേരത്തെ ഉള്ള അതേ മെത്തേഡ് തന്നെ. നമ്മുടെ ആറ്റം ന്യൂട്രൽ ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? അവിടെയുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണവും പ്രോട്ടോണിൻ്റെ എണ്ണവും തുല്യമായിരിക്കും. ഓക്കെ, നിലവിലെ അവസ്ഥയിൽ നമ്മുടെ എലമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എക്സ് സെറ്റ് എ ആൻഡ് ഇറ്റ് ഈസ് ഹാവിങ് 3 പോസിറ്റീവ് ചാർജസ്. 3 പ്ലസ് ചാർജ് ഉള്ള ആളാണ്. എടാ, പ്ലസ് ചാർജിൻ്റെ അർത്ഥം എന്താ? പ്ലസ് ചാർജ് ഉണ്ടെങ്കിൽ എന്താ അർത്ഥം? അവിടെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കുറവാണ്. എത്ര പ്ലസ് ചാർജ് ഉണ്ടോ അത്രയും ഇലക്ട്രോൺസ് അവിടെ കുറവാണെന്നർത്ഥം. എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ സപ്പോസ് ഒരു 10 പ്രോട്ടോൺസ് എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണം എത്ര ആയിരിക്കും? 10 3 കുറയ്ക്കണം. അപ്പോൾ എത്ര കിട്ടുക? 7 കിട്ടുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ഈ തന്നിരിക്കുന്ന സ്പീഷീസിൽ എത്ര പ്രോട്ടോൺസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, therefore നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഈസ് ഈക്വൽ ടു. അപ്പോൾ ഈ പ്രോട്ടോൺസിൻ്റെ എണ്ണം നമുക്ക് കണ്ടുപിടിക്കാൻ നമ്മളടുത്ത് നിലവിലുള്ള ഒരേ ഒരു ഡാറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണത്തിന് കണക്ട് ചെയ്യാന്നുള്ളതാണ് അല്ലേ. സോ നമുക്കറിയാം ഇലക്ട്രോൺസിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് ഇ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ 3 പ്ലസ് ചാർജ് വരുമ്പോഴുള്ള എണ്ണമാണുള്ളത്. അപ്പോൾ നിലവിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണത്തിലേക്ക് ഒരു 3 കൂട്ടിക്കൊടുത്താൽ മതി. കാരണം ഓൾറെഡി 3 അവിടെ നിന്ന് പോയിട്ടുണ്ട്. ആ പോയ 3 നമ്മൾ കൂട്ടിക്കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? നിലവിലുള്ള പ്രോട്ടോൺസിൻ്റെ എണ്ണം കിട്ടും. നമുക്ക് എങ്ങനെ കൊടുക്കാൻ വേണ്ടി പറ്റും? നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇസ് ഈക്വൽ ടു ഇ പ്ലസ് 3 എന്ന് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞ ഇക്വേഷനിലേക്ക് ഇതെല്ലാം കൂടെ കൊടുക്കുക. ഓക്കെ, സോ വാട്ട് വാസ് ദാറ്റ് ഇക്വേഷൻ? എ ഈസ് ഈക്വൽ ടു പി പ്ലസ് എൻ. ഓക്കെ, എ എന്ന് പറഞ്ഞാൽ എന്താ? മാസ് നമ്പറാണ്.
എത്രയെന്ന് തരുന്നത്? ദ മാസ് നമ്പർ വാസ് 56. അപ്പോൾ 56 കൊടുത്തു ഈക്വൽ ടു പി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് നമ്പർ ഓഫ് പ്രോട്ടോൺസ്. എത്രയാ? E+3 ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? E+3 കൊടുക്കണം. ഓക്കെ, ദെൻ പ്ലസ് വാട്ട് ഈസ് എൻ? എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ്. എത്രയാ? 1.304 ആണ്. സോ ഞാൻ കൊടുത്തു 1.304 എന്ന് കൊടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം, ഇവിടെ +3 ഉണ്ട്, അത് ഇങ്ങോട്ട് പോയാൽ എന്താവും? -3 ആവും. അപ്പോൾ 56 3 പോയാൽ എത്ര കിട്ടുക? ഇറ്റ് ഈസ് 53 വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി ഇവിടെ ഇ ഉണ്ട്, ആ ഇയിലേക്ക് 1.304 കൂട്ടി എത്ര വരും? ഇറ്റ് വിൽ ബിക്കം 2.304 ശരിയല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? therefore E is equal to 53 divided by 2.304. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടൂടാ? ദ ആൻസർ വിൽ ബി 23. ഓക്കെ, അപ്പോൾ നമുക്ക് നിലവിൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കിട്ടിക്കഴിഞ്ഞു. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് ഉപയോഗിച്ച് എന്ത് ചെയ്യാം? ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ക്യാൻ ബി കാൽക്കുലേറ്റഡ്. എത്രയാ? കിട്ടിയ ഇലക്ട്രോൺസ് എണ്ണത്തിലേക്ക് 3 കൂട്ടി കൊടുത്താൽ പോരെ? ഓക്കെ, സോ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഈസ് ഈക്വൽ ടു, നമുക്കറിയുന്ന കാര്യം എന്താടാ? ഇറ്റ് ഈസ് E+3. എത്രയാ ഇൻ്റെ വാല്യൂ കിട്ടി? അത് 23 ആണ്. അതിലേക്ക് 3 കൂട്ടി എത്രയാ? 26 ആണ്. ഓക്കെ, ഇനി നമുക്ക് നേരെ സിമ്പിളിലേക്ക് പോവാം. സോ എക്സ് എന്ന് ഞാൻ ഇവിടെ കൊടുത്തു. ഇനി താഴെ കൊടുക്കേണ്ട എന്താ? നമ്പർ ഓഫ് പ്രോട്ടോൺസ് അഥവാ അറ്റോമിക് നമ്പർ. എത്രയാ? 26. മുകളിൽ എത്രയാണ് കൊടുക്കേണ്ടത്? മാസ് നമ്പറാണ്. എത്രയാ? ഇറ്റ് ഈസ് 56. പിന്നെ അവർ പറഞ്ഞു ചാർജ് എത്രയാ? 3+ ചാർജ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ അറിയേണ്ട കാര്യം, എക്സ് എന്ന് പറഞ്ഞ സാധനം ആരാന്ന് നോക്കിയാൽ പോരെ? അപ്പോൾ നിങ്ങൾക്ക് അത് അറിയെങ്കിൽ എഴുതി വെക്കാം. അറ്റോമിക് നമ്പർ 26 ആരാ? അത് അയൺ ആണ് അല്ലേ? Fe ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം? Fe പിന്നെ 26 56 3+ എന്ന് എഴുതിക്കൂടെ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് വേ. ഓക്കെ, സോ ഇനി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണെന്നറിയാം, എന്നിരുന്നാലും ചെയ്ത് പഠിച്ചാൽ വളരെ നല്ലതാണ് കേട്ടോ. ഇതൊക്കെ എൻട്രൻസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാറുണ്ട്. സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. Okay, thank you.